ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ദേവിപ്രിയ. പ്രധാന വാർത്തകൾ. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ വളർച്ചയുടെ പാതയിലേക്ക് വേഗത്തിൽ തിരികെയെത്തിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പൊതുമേഖലാ എണ്ണ വിപണന കമ്പനികൾക്ക് എഥനോൾ സംഭരണത്തിനുള്ള മാർഗ്ഗരേഖ കേന്ദ്രമന്ത്രിസഭ അംഗീകരിച്ചു. അവശ്യമരുന്നുകളുടെ തദ്ദേശീയ ഉത്പാദനം പ്രോത്സാഹിപ്പിക്കാൻ ഉത്പാദന ബന്ധിത ഇളവ് പദ്ധതിയിൽ ഇളവ് നൽകി കേന്ദ്രം. ബീഹാറിൽ 2-3 ഘട്ട നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ പ്രചാരണം സജീവമായി. കേരളത്തിൽ ഇന്ന് 7020 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. മാസ്ക് നിർബന്ധമാക്കുന്ന ക്യാമ്പയിൻ ശക്തമാക്കുമെന്ന് മുഖ്യമന്ത്രി. കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി കേരളമടക്കം 3 സംസ്ഥാനങ്ങളിലെ കോവിഡ് സ്ഥിതി വിലയിരുത്തി. ലഹരിമരുന്ന് കേസിൽ അറസ്റ്റിലായ ബിനീഷ് കോടിയേരി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കസ്റ്റഡിയിൽ. വാർത്തകൾ വിശദമായി. പ്രതീക്ഷിച്ചതിലും വേഗത്തിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ വളർച്ചയുടെ പാതയിലേക്ക് തിരികെ എത്തിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അടുത്തിടെ രാജ്യത്ത് നടപ്പാക്കിയ പരിഷ്കാരങ്ങൾ വിപണികളിലും വിപണി ശക്തികളിലും നവഭാരതം നൽകുന്ന വിശ്വാസത്തിന്റെ സൂചനയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഒരു ഇംഗ്ലീഷ് ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. വിശദാംശങ്ങളുമായി കരോൾ അബ്രഹാം. രാജ്യത്തെ കാർഷിക വ്യാവസായിക മേഖലകളിലെ വളർച്ചാ നിരക്ക് വർദ്ധിപ്പിക്കാൻ അടുത്തിടെ ഭരണകൂടം സ്വീകരിച്ച തൊഴിൽ പരിഷ്കാരങ്ങൾ വഴിവെക്കുമെന്ന് ശ്രീ മോദി പ്രതീക്ഷ പ്രകടിപ്പിച്ചു. ഇന്ത്യയെ ലോകത്തിലെ തന്നെ പ്രമുഖ ഉത്പാദക ലക്ഷ്യസ്ഥാനമാക്കി മാറ്റാനുള്ള അടിസ്ഥാന പ്രവർത്തനങ്ങൾ തന്റെ ഭരണകൂടം നടത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ആഗോള റേറ്റിംഗ് ഏജൻസിയായ മൂഡീസിന്റെ കണക്ക് പ്രകാരം അമേരിക്കയിൽ നിന്നുള്ള 144 ഗ്രീൻഫീൽഡ് പദ്ധതികളാണ് 2020 ഇന്ത്യയിലെത്തിയത്. ഇന്ത്യയ്ക്കുമേൽ മറ്റ് രാഷ്ട്രങ്ങൾക്കുള്ള വിശ്വാസത്തിന്റെ സൂചനയാണ് ഇതെന്നും ശ്രീ മോദി വ്യക്തമാക്കി. സാമ്പത്തിക രംഗത്തിന്റെ പുനരുജ്ജീവനത്തിനും അതിന്റെ വളർച്ചയ്ക്കും വലിയ തോതിലുള്ള നിക്ഷേപവും അടിസ്ഥാന സൌകര്യ വികസനവും ആവശ്യമാണെന്നും പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചു. കോവിഡ് ഉയർത്തുന്ന വെല്ലുവിളികൾക്കിടയിലും 2024 5 ലക്ഷം അമേരിക്കൻ ഡോളർ സമ്പദ് വ്യവസ്ഥ എന്ന ലക്ഷ്യം പൂർത്തീകരിക്കാൻ ഇന്ത്യയ്ക്കാകുമെന്ന് അദ്ദേഹം വിശ്വാസം പ്രകടിപ്പിച്ചു. കോവിഡ് മഹാമാരി രാജ്യത്തെ 130 കോടി ജനങ്ങളെയും ഭരണകൂടത്തെയും ഒരുപോലെ ബാധിച്ചിട്ടുണ്ട്. എന്നാൽ നടപ്പ് സാമ്പത്തിക വർഷത്തിൽ നേരിട്ട നഷ്ടങ്ങൾക്ക് അടുത്ത വർഷം പരമാവധി പരിഹാരം കാണാൻ ശ്രമിക്കുമെന്നും കോവിഡിനെതിരെ ശാസ്ത്ര കേന്ദ്രീകൃത നടപടികളാണ് രാജ്യം സ്വീകരിച്ചതെന്നും ശ്രീ മോദി വ്യക്തമാക്കി. പ്രതിരോധ മരുന്ന് ലഭ്യമാകുന്ന മുറയ്ക്ക് രാജ്യത്തെ എല്ലാ ജനങ്ങൾക്കും അത് ലഭ്യമാക്കുമെന്നും പ്രധാനമന്ത്രി ഉറപ്പ് നൽകി. ന്യൂസ് ഡെസ്ക് ആകാശവാണി. പൊതുമേഖലാ എണ്ണ വിപണന കമ്പനികൾക്കായി എഥനോൾ സംഭരിക്കുന്നതിനുള്ള മാർഗ്ഗരേഖ കേന്ദ്രമന്ത്രിസഭ അംഗീകരിച്ചു. കേന്ദ്രമന്ത്രി പ്രകാശ് ജാവ്ദേക്കറാണ് ഇക്കാര്യം അറിയിച്ചത്. പെട്രോളിൽ എഥനോൾ ഇടകലർത്തുന്ന പദ്ധതിക്കായാണ് മാർഗ്ഗരേഖ. എല്ലാത്തരം എഥനോളിനും ഒരേ വില ഉണ്ടായിരുന്നിടത്ത് ഇനി മുതൽ അസംസ്കൃത വസ്തു അടിസ്ഥാനമാക്കി വില നിർണ്ണയിക്കും. ചണം ഉപയോഗിച്ചുള്ള പാക്കിംഗ് വർദ്ധിപ്പിക്കുന്നതിനുള്ള ചട്ടങ്ങളും അംഗീകരിച്ചു. മരുന്ന് സംയുക്തങ്ങളുടെയും വൈദ്യ ഉപകരണങ്ങളുടെയും തദ്ദേശീയ ഉത്പാദനത്തിന് പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഉത്പാദന ബന്ധിത ഇളവ് പദ്ധതിയിൽ കേന്ദ്ര രാസവസ്തു മന്ത്രാലയം മാറ്റം വരുത്തി. മരുന്ന് ഉത്പാദക കമ്പനികൾക്കായി നേരത്തെ പുറത്തിറക്കിയ മാർഗ്ഗനിർദ്ദേശങ്ങളിൽ കുറഞ്ഞ നിക്ഷേപം സംബന്ധിച്ച നിബന്ധനകൾ മന്ത്രാലയം നീക്കം ചെയ്തു. സാങ്കേതിക വിദ്യയുടെ ലഭ്യത അടക്കമുള്ള കാര്യങ്ങൾ പരിഗണിച്ച് ഇതിൽ മാറ്റങ്ങൾ വരുത്താം. അവശ്യമരുന്ന് സംയുക്തങ്ങൾ, വൈദ്യ ഉപകരണങ്ങൾ തുടങ്ങിയവയുടെ തദ്ദേശീയ ഉത്പാദനത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് ഉത്പാദന ബന്ധിത ഇളവ് പദ്ധതിക്ക് വകുപ്പ് നേരത്തെ രൂപം നൽകിയത്. പുതിയ കെട്ടിടങ്ങളെല്ലാം നിർബന്ധമായും പരിസ്ഥിതി സൌഹൃദമാക്കുന്നതിനെപ്പറ്റി ചിന്തിക്കേണ്ട സമയമായെന്ന് ഉപരാഷ്ട്രപതി എം വെങ്കയ്യ നായിഡു. കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രി സംഘടിപ്പിച്ച ഹരിത നിർമ്മിതി സമ്മേളനം 2020 ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നികുതി ഇളവുകൾ പോലുള്ള ആനുകൂല്യങ്ങൾ പരിസ്ഥിതി സൌഹൃദ നിർമ്മിതികൾക്ക് നൽകണം. പുതിയ കെട്ടിടങ്ങൾ മാത്രമല്ല, ഇപ്പോഴുള്ള കെട്ടിടങ്ങളിലും ഊർജ്ജവും വെള്ളവും സംരക്ഷിക്കാൻ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തി സാധ്യമായിടത്തോളം പരിസ്ഥിതിക്കിണങ്ങുന്ന വിധത്തിലാക്കണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ബീഹാറിൽ 2-3 ഘട്ട നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്കായുള്ള പ്രചാരണം സജീവമായി. മുഖ്യ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കൾ റാലികളും പൊതുസമ്മേളനങ്ങളും നടത്തിവരുന്നു. 94 സീറ്റുകളിലേക്കായി രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പ് നവംബർ 3-നും 78 സീറ്റുകളിലേക്ക് മൂന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് നവംബർ 7-നും നടക്കും. അഴിമതിയും കുറ്റകൃത്യങ്ങളും ഇല്ലാത്ത ഭരണം ബീഹാറിൽ കാഴ്ചവെക്കാൻ എൻഡിഎയ്ക്ക് മാത്രമേ സാധിക്കൂവെന്ന് സിവാൻ ജില്ലയിൽ തെരഞ്ഞെടുപ്പ് റാലിയിൽ പങ്കെടുത്തുകൊണ്ട് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പറഞ്ഞു. കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ, കേന്ദ്ര സഹമന്ത്രി നിത്യാനന്ദ റായ്, ബീഹാർ മുഖ്യമന്ത്രിയും ആർജെഡി നേതാവുമായ നിതീഷ് കുമാർ, ഉപമുഖ്യമന്ത്രി സുശീൽ കുമാർ മോദി എന്നിവർ എൻഡിഎയ്ക്ക് വേണ്ടി
വിവിധ റാലികളിൽ പങ്കെടുത്തു. കോൺഗ്രസ് നേതാവ് സച്ചിൻ പൈലറ്റ്, സിപിഐ നേതാക്കളായ ഡി രാജ, കൻഹയ്യ കുമാർ, സിപിഎം നേതാവ് സീതാറാം യെച്ചൂരി, സിപിഐ എംഎൽ നേതാവ് കവിതാ കൃഷ്ണൻ തുടങ്ങിയവരും സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ റാലികൾ നടത്തി. എല്ലാത്തരം ഊർജ്ജ രൂപങ്ങളുടെയും ഉത്പാദനം വർദ്ധിപ്പിച്ചുകൊണ്ട് പുരോഗതി നേടാനുള്ള ഇന്ത്യയുടെ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകാൻ ആഗോള ഊർജ്ജ വ്യവസായ കമ്പനികളെയും വിദഗ്ധരെയും കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ക്ഷണിച്ചു. സെറ വീക്ക് ഇന്ത്യ എനർജി ഫോറത്തിന്റെ സമാപന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സന്ദേശങ്ങൾ അയയ്ക്കുന്നതിനായി ലളിതവും സുരക്ഷിതവുമായ ആപ്ലിക്കേഷൻ വികസിപ്പിച്ച് ഇന്ത്യൻ കരസേന. സെക്യൂർ ആപ്ലിക്കേഷൻ ഫോർ ഇന്റർനെറ്റ് അഥവാ സായ് എന്ന് പേരിട്ടിരിക്കുന്ന ആപ്പിലൂടെ സന്ദേശങ്ങളും ശബ്ദവും സുരക്ഷിതമായി അയയ്ക്കാനും വീഡിയോ കോൾ ചെയ്യാനും സാധിക്കും. സുരക്ഷിതമായി സന്ദേശങ്ങൾ അയയ്ക്കാൻ സേനാംഗങ്ങൾ ആപ്പ് ഉപയോഗിക്കുമെന്ന് പ്രതിരോധ മന്ത്രാലയ വൃത്തങ്ങൾ അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ. ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക. ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കുക. നിർബന്ധമായും മാസ്ക് ധരിക്കുക. പനിയോ ചുമയോ ശ്വാസതടസ്സമോ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യസഹായം തേടുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075ലും ദിശയുടെ 1056ലും ബന്ധപ്പെടാം. കേരളത്തിൽ ഇന്ന് 7020 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. തൃശൂർ 983, എറണാകുളം 802, തിരുവനന്തപുരം 789, ആലപ്പുഴ 788, കോഴിക്കോട് 692, മലപ്പുറം 589, കൊല്ലം 482, കണ്ണൂർ 419, കോട്ടയം 389, പാലക്കാട് 369, പത്തനംതിട്ട 270, കാസർഗോഡ് 187, ഇടുക്കി 168, വയനാട് 93 എന്നിങ്ങനെയാണ് ജില്ല തിരിച്ചുള്ള കണക്ക്. 6037 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗബാധയുണ്ടായത്. 743 പേരുടെ രോഗ ഉറവിടം വ്യക്തമല്ല. 8474 പേർ ഇന്ന് രോഗമുക്തി നേടി. 26 മരണം കൂടി ഇന്ന് കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചതോടെ ആകെ മരണസംഖ്യ 1429 ആയി. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 54,339 സാമ്പിളുകളാണ് പരിശോധിച്ചത്. 91,784 പേരാണ് കേരളത്തിൽ നിലവിൽ ചികിത്സയിലുള്ളത്. 81 ആരോഗ്യ പ്രവർത്തകർക്കും രോഗം ബാധിച്ചു. മാസ്ക് ധരിക്കുന്നത് നിർബന്ധമാക്കിക്കൊണ്ടുള്ള പ്രചാരണം കൂടുതൽ ശക്തിപ്പെടുത്തുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കോവിഡിനെ പ്രതിരോധിക്കാൻ കേരളം, പശ്ചിമബംഗാൾ, ഡൽഹി എന്നിവിടങ്ങളിൽ സ്വീകരിച്ച നടപടികളുടെ നിലവിലെ സ്ഥിതി കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി രാജേഷ് ഭൂഷൺ വിലയിരുത്തി. പൊതുജന അവബോധം വളർത്തുവാനും കോവിഡ് പ്രതിരോധ നടപടികൾ ഫലപ്രദമായി നടപ്പാക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാനും അധികൃതർ ശ്രദ്ധിക്കണമെന്നും നിർദ്ദേശം നൽകി. രാജ്യത്ത് കോവിഡ് സ്ഥിരീകരിക്കുന്നവരുടെ എണ്ണത്തിലുണ്ടാകുന്ന കുറവ് തുടരുന്നു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 49,881 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. ഇതോടെ നിലവിൽ ചികിത്സയിലുള്ളവരുടെ എണ്ണം 6,36,687 ആയി. ഇന്നലെ 517 പേരാണ് രാജ്യത്ത് മരിച്ചത്. ആകെ മരണസംഖ്യ 1.20 ലക്ഷം കവിഞ്ഞു. ലോകത്ത് നിലവിൽ കോവിഡ് ചികിത്സയിലുള്ളത് 1,08,00,000-ലധികം പേർ. 3,27,00,000-ലധികം പേർ രോഗമുക്തരായപ്പോൾ 11,79,000-ലധികം പേർക്ക് ജീവൻ നഷ്ടമായി. ലഹരിമരുന്ന് കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ ബിനീഷ് കോടിയേരിയെ കോടതി 4 ദിവസത്തേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കസ്റ്റഡിയിൽ വിട്ടു. 4 ദിവസം കസ്റ്റഡിയിൽ വേണമെന്ന ഇഡിയുടെ ആവശ്യം സിറ്റി സിവിൽ കോടതി അംഗീകരിക്കുകയായിരുന്നു. കേസുമായി ബന്ധപ്പെട്ട് ഇന്ന് ബംഗളൂരുവിലെ ഓഫീസിലേക്ക് വിളിച്ചുവരുത്തി 3.5 മണിക്കൂർ ചോദ്യം ചെയ്ത ശേഷമാണ് ബിനീഷിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. പിന്നാലെ കോടതിയിൽ ഹാജരാക്കുകയായിരുന്നു. കള്ളപ്പണം വെളുപ്പിച്ച കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറെ എൻഫോഴ്സ്മെന്റ് കസ്റ്റഡിയിൽ വിട്ടു. 7 ദിവസത്തേക്കാണ് ശിവശങ്കറെ കോടതി ഇഡി കസ്റ്റഡിയിൽ വിട്ടത്. ഐപിഎൽ ക്രിക്കറ്റിൽ ടോസ് നേടിയ ചെന്നൈ കൊൽക്കത്തയെ ബാറ്റിംഗിനയച്ചു. 12 മത്സരങ്ങളിൽ നിന്ന് 6 ജയങ്ങളുമായി 5ാം സ്ഥാനത്താണ് ഇപ്പോൾ കൊൽക്കത്ത. വിജയം അനിവാര്യമായ കൊൽക്കത്ത അല്പം മുമ്പ് ബാറ്റിംഗ് ആരംഭിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ വളർച്ചയുടെ പാതയിലേക്ക് വേഗത്തിൽ തിരികെ എത്തിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പൊതുമേഖലാ എണ്ണ വിപണന കമ്പനികൾക്ക് എഥനോൾ സംഭരണത്തിനുള്ള മാർഗരേഖ കേന്ദ്ര മന്ത്രിസഭ അംഗീകരിച്ചു. അവശ്യമരുന്നുകളുടെ തദ്ദേശീയ ഉത്പാദനം പ്രോത്സാഹിപ്പിക്കാൻ ഉത്പാദന ബന്ധിത ഇളവ് പദ്ധതിയിൽ ഇളവ് നൽകി കേന്ദ്രം. ബീഹാറിൽ 2ഉം 3ഉം ഘട്ട നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ പ്രചാരണം സജീവമായി. കേരളത്തിൽ ഇന്ന് 7020 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. മാസ്ക് നിർബന്ധമാക്കുന്ന ക്യാമ്പയിൻ ശക്തമാക്കുമെന്ന് മുഖ്യമന്ത്രി. കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി കേരളമടക്കം 3 സംസ്ഥാനങ്ങളിലെ കോവിഡ് സ്ഥിതി വിലയിരുത്തി. ലഹരിമരുന്ന് കേസിൽ അറസ്റ്റിലായ ബിനീഷ് കോടിയേരി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കസ്റ്റഡിയിൽ. വാർത്തകൾ കഴിഞ്ഞു.
അടുത്ത വാർത്താ പ്രക്ഷേപണം ഇനി രാത്രി 9 മണിക്ക്.